إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും എല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹിജ്റ 2-ാം വർഷത്തിൽ റമദാൻ മാസം പരിശുദ്ധ നോമ്പ് നിർബന്ധമാക്കിയ ആ 1-ാമത്തെ വർഷത്തിൽ തന്നെയാണ് ഇസ്ലാമിനെ തകർക്കാൻ പുറപ്പെട്ട മക്ക ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിൽ മദീനക്കടുത്തുള്ള ബദറിൽ വെച്ച് നടന്ന ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം ഏതാനും യുദ്ധങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എങ്കിലും ആ യുദ്ധങ്ങളിലെല്ലാം ഏറ്റവും പരമപ്രധാനപ്പെട്ടതും വലുതുമാണ് ബദർ യുദ്ധമെന്ന്. ഹിജ്റ 2-ാം വർഷം റമദാൻ മാസം 17 വെള്ളിയാഴ്ചയാണ് ബദർ യുദ്ധം നടക്കുന്നത്. മുസ്ലിങ്ങൾക്ക് വിജയം നൽകിയ ഈ ബദർ യുദ്ധ ദിനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് യൗമുൽ ഫുർഖാൻ എന്നാണ്.
സത്യാസത്യ വിജയജനത്തിന്റെ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, ഇൻ കുൻതും ആമൻതും ബില്ലാഹി വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖതൽ ജംആൻ. അല്ലാഹുവിലും സത്യാസത്യ വിവേചനത്തിന്റെ ദിവസത്തിൽ അഥവാ ആ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിനത്തിൽ നമ്മുടെ ദാസന്റെ മേൽ നാം അവതരിപ്പിക്കപ്പെട്ടതിലും നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ യൗമുൽ ഫുർഖാൻ എന്നാണ് ആ യുദ്ധത്തിനെ, സത്യവും അസത്യവും വേർതിരിച്ച യുദ്ധം എന്നാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. ഈമാനിന്റെ ചേരിയും കുഫ്റിന്റെ ചേരിയും ഏറ്റുമുട്ടിയതും രണ്ടും തമ്മിൽ സ്പഷ്ടമായ വിവേചനം വന്നതും അന്നാണ്. ആ ബദർ യുദ്ധം ഉണ്ടാകുവാനുള്ള സാഹചര്യം എന്നത് മാനവരാശിയെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ആ പ്രവാചകനിൽ വിശ്വസിച്ച പ്രവാചകന്റെ അനുചരന്മാർക്കും അവർ മനസ്സിലാക്കിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം നാട്ടിൽ ജീവിക്കുവാൻ അവിടുത്തുകാർ വിസമ്മതിച്ചപ്പോൾ അവർ ജനിച്ചു വളർന്ന നാടും വീടും അവർ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തുമെല്ലാം വിട്ടേച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് അവർ ഹിജ്റ പോവുകയാണ്. അങ്ങനെ വർഷങ്ങളോളം നീണ്ട ശാരീരിക മാനസികമായ പീഡനങ്ങളും ഊരുവിലക്കുകളുമെല്ലാം അവർക്ക് ഏൽക്കേണ്ടി വന്നു. അതെല്ലാം സഹിച്ച ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഹിജ്റ പോകാൻ കൽപ്പിക്കുന്നത്. ഹിജ്റ ചെയ്യുന്ന ആ സന്ദർഭത്തിൽ അവരുടെ സമ്പാദ്യം മുഴുവനും ശത്രുക്കൾ പിടിച്ചെടുക്കുന്നുണ്ട്. ആ സ്വത്ത് ഉപയോഗിച്ച് തന്നെ മുസ്ലിങ്ങൾ മക്കയിൽ ഉപേക്ഷിച്ചു പോയ സമ്പത്ത് ഉപയോഗിച്ച് മുശ്രിക്കുകളായ ഖുറൈശികളായ ആളുകൾ മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ മക്കയിലെ ശത്രുക്കൾ പല തവണ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെ മക്കയിലെ ഖുറൈശികളുടെ ഉപജീവന മാർഗം പ്രധാനമായും ഷാമിലേക്കും യമനിലേക്കും അവർ നടത്തുന്ന കച്ചവട യാത്രകളാണ്. ഹിജ്റ 2-ാം കൊല്ലത്തിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം ഷാമിലേക്ക് പോവുകയുണ്ടായി. ഖുറൈശികളായ ഓരോ ആണും പെണ്ണും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വലിയ സംഖ്യ മുതൽ മുടക്കിക്കൊണ്ടാണ് ഒരു വമ്പിച്ച കച്ചവട യാത്രാ സംഘം പുറപ്പെടുന്നത്. ആ യാത്രയിൽ ആ കച്ചവടത്തിൽ അവർക്ക് ലഭിക്കുന്ന ലാഭം, അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, അവർ അത് മുഖേന മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് അവരുടെ പദ്ധതി. അങ്ങനെ കച്ചവട സംഘം ഷാമിലേക്ക് പോകുന്ന വിവരമറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വഴിമധ്യേ തടയുവാൻ നബിയും കുറെ ആളുകളും കൂടി പുറപ്പെടുകയുണ്ടായി. കാരണം മക്കയിൽ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു പോയ ആ കച്ചവട അവരുടെ സമ്പാദ്യങ്ങൾ അത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ കച്ചവട യാത്രയെ തടയാൻ പ്രവാചകനും അനുയായികളും പുറപ്പെട്ടു പോകുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ പ്രോത്സാഹിപ്പിച്ചു. വാഹനവും മറ്റ് സൗകര്യമുള്ള ആളുകൾ പോന്നുകൊള്ളട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞു. അധിക സമ്മർദ്ദങ്ങളൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ കൂടെ പുറപ്പെട്ട ആളുകൾ 310-ൽ പരം ആളുകളാണ്. അതിൽ കൂടുതൽ ആളുകളൊന്നും പ്രവാചകന്റെ കൂടെ പോയിട്ടില്ല.
അതിൽ മുഹാജിറുകളായ ആളുകൾ 86 പേരും, അൻസാരികളായ ആളുകൾ 61 പേരും. അങ്ങനെ പ്രവാചകന്റെ കൂടെ ആ പുറപ്പെട്ട സംഘത്തിലുണ്ടായിരുന്നത് 2 കുതിരകൾ മാത്രമാണ്, 70 ഒട്ടകങ്ങളും. മാറി മാറി അവർ യാത്ര ചെയ്തു. കുറെ നേരം കുറച്ച് ആളുകൾ കുതിരപ്പുറത്ത് കയറും, പിന്നെ കുറച്ചു നേരം മറ്റുള്ളവർ കയറും. അങ്ങനെ മാറി മാറിയായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ അബൂ സുഫിയാന്റെ ആ വർത്തക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും പുറപ്പാടിന്റെ വിവരം അറിഞ്ഞു. അബൂ സുഫിയാൻ അവരെ സഹായിക്കാൻ വേണ്ടി ആ സഹായാർത്ഥനയുമായി മക്കയിലേക്ക് ഖുറൈശികൾക്കിടയിലേക്ക് ആളെ അയക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഖുറൈശികൾ വളരെ വീറോടുകൂടി ഒരു വമ്പിച്ച സൈന്യാസന്നാഹം തന്നെ നടത്തി. അബൂജഹലിന്റെ നായകത്വത്തിന്റെ കീഴിൽ 1000ഓളം വരുന്ന ഒരു പട്ടാള സംഘം തയ്യാറായി പുറപ്പെട്ടു. മിക്ക ഖുറൈശി നേതാക്കളും അതിൽ സംബന്ധിച്ചിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സൈന്യത്തിൽ 100 കുതിരകളുണ്ടായിരുന്നു, 700ഓളം ഒട്ടകങ്ങളുണ്ടായിരുന്നു. മറുപുറത്താണെങ്കിൽ 2 കുതിരയും 70 ഒട്ടകങ്ങളുമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അപ്പോൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സംഘം മക്കയിൽ നിന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടു എന്ന ആ വാർത്ത അറിയുന്നത്. മാത്രമല്ല അടുത്ത ദിവസം അവർ ആ കച്ചവട സംഘം ബദറിലെത്തുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെയുള്ള സൈന്യത്തിന്റെ തലവന്മാരെ വിളിച്ചു വരുത്തുകയും ഇങ്ങനെ കച്ചവട സംഘമോ പട്ടാള സംഘമോ രണ്ടിലേതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കാൻ അള്ളാഹുവിന്റെ വാഗ്ദാനം വന്നിട്ടുണ്ട് എന്നും സ്വഹാബികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, രണ്ടിലേതിനെ തിരഞ്ഞെടുത്താലും വിജയം മുസ്ലിങ്ങൾക്കാകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു മുതലായ ആളുകൾ അവർക്ക് പ്രവാചകന് തൃപ്തികരമായ മറുപടി നൽകി. എങ്കിലും പലരുടെയും മറുപടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൃപ്തിയായിരുന്നില്ല. കാരണം ശക്തി കുറവായ കച്ചവട സംഘത്തെ നേരിടാം, അത് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ ഉപയോഗപ്പെടുകയും പട്ടാള സംഘത്തെ നേരിടുകയാണ് എങ്കിൽ അതിനുള്ള ഒരുക്കമോ ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല. അങ്ങനെ നേരത്തെ തന്നെ നമുക്ക് വിവരമറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു ഒരുക്കം ചെയ്തു വരാമായിരുന്നു എന്നിങ്ങനെയുള്ള പലരുടെയും മറുപടികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വല്ലാണ്ട് വേദനയുണ്ടാക്കി. ഈ അവസരത്തിലാണ് മിഖ്വാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് അതിലേക്ക് പ്രവാചകരെ അങ്ങ് പോയിക്കൊള്ളുക എന്ന് മിഖ്വാദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഇസ്രായേലിയർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ പോലെ താനും തന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് ഞങ്ങൾ പറയുകയില്ല. ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്രായേലിയർ പറയുന്ന ആ വാക്ക് ഞങ്ങൾ പറയുകയില്ല എന്ന് മിഖ്വാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. മാത്രമല്ല ബറഖുൽ ഹിമാദിലേക്ക് തന്നെ ഞങ്ങൾ വിളിച്ചാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ ഒന്നിച്ചു വരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അൻസാരികളുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കാതിരുന്നത് കൊണ്ടും
ബൈഅത്തുൽ അഖബയിൽ ആ അഖബയിലെ നിശ്ചയപ്രകാരം മദീനയിൽ വെച്ച് മദീനയ്ക്ക് പുറത്ത് വെച്ച് ആ ശത്രുക്കൾക്കെതിരെ നബിയെ സഹായിക്കുവാനുള്ള ബാധ്യത അവർക്കില്ലാത്തതുകൊണ്ടും അവരുടെ അഭിപ്രായം കൂടി അറിയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ അറിയിച്ചു. അങ്ങനെ ആഗ്രഹം അറിയിച്ചപ്പോൾ അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പ്രവാചകരെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ച ആളുകളാണ്. അങ്ങ് കൊണ്ടുവന്നതിനെല്ലാം ശരിവെക്കുകയും അങ്ങേക്ക് പ്രതിജ്ഞ ചെയ്തവരുമാണ് ഞങ്ങൾ. അങ്ങയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം ചെയ്തു കൊള്ളുക. ഈ സമുദ്രം, ആ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകുവാനാണ് അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് എങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാരികളുടെ നേതാവ് അവിടെ പറയുകയുണ്ടായി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷിക്കുകയും അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടെ നടക്കുവീൻ, സന്തോഷിക്കുവീൻ. ആ ജനങ്ങൾ, ശത്രുജനങ്ങൾ, ഖുറൈശിപ്പട വീണ് കിടക്കുന്ന സ്ഥാനങ്ങൾ ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്നത് പോലെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയുണ്ടായി. ഇതെല്ലാം ആയപ്പോഴേക്കും അബൂ സുഫിയാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ വർത്തക സംഘവും തങ്ങളുടെ യാത്രാമാർഗം അവർ വഴിമാറ്റി ചെങ്കടലിന്റെ തീരമാർഗം രക്ഷപ്പെട്ട് കടന്നു പോവുകയുണ്ടായി. അങ്ങനെ അതുകൊണ്ട് അബൂ സുഫിയാൻ അബൂ ജഹലിനും മക്കയിൽ നിന്ന് പുറപ്പെട്ട ആ വലിയ സൈന്യത്തിനും അവരോട് മടങ്ങിപ്പോകാൻ പറഞ്ഞു. ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് അബൂ സുഫിയാൻ ദൂതനെ അയച്ച് പറയുകയുണ്ടായി. അങ്ങനെ ചില ചുരുക്കം ആളുകൾ മാത്രമാണ് മടങ്ങിപ്പോയത്. എന്നാൽ അബൂ ജഹല് അടങ്ങുവാൻ കൂട്ടാക്കിയില്ല. ബദറിൽ ചെന്നിറങ്ങുകയും അവിടെ വെച്ച് തിന്നുകയും കുടിക്കുകയും മതിച്ചും ആനന്ദിച്ചും 3 ദിവസം കഴിച്ചുകൂട്ടി വിജയപേരി മുഴക്കിയല്ലാതെ ഞങ്ങൾ മടങ്ങുകയില്ല എന്ന് അബൂ ജഹൽ അടക്കമുള്ള അബൂ ജഹലിന്റെ കൂടെയുള്ള ശത്രുക്കൾ അങ്ങനെ ബദറിൽ വന്നിറങ്ങുകയാണ്. ഇതോടുകൂടി പട്ടാള സംഘത്തോടുള്ള ഏറ്റുമുട്ടൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും സുനിശ്ചിതമായി തീർന്നു. ഇതാണ് ബദറിന്റെ സാഹചര്യം. ആദ്യം പ്ലാൻ ചെയ്തുണ്ടായ യുദ്ധമല്ല, ഒരു കച്ചവട സംഘത്തെ തടുക്കുക എന്ന ആ ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ അവരുടെ കൂടെ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അറബികൾ സാധാരണ കയ്യിൽ കരുതുന്ന ആയുധമല്ലാതെ മറ്റ് കോപ്പുകളൊന്നും പ്രവാചകന്റെയോ അനുചരന്മാരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഈ യുദ്ധത്തിൽ ഇതൊന്നുമില്ലായിട്ടും, ഭൗതികമായ സാഹചര്യങ്ങളൊന്നുമില്ലായിട്ടും വിജയം മുസ്ലിങ്ങൾക്കായിരുന്നു. എല്ലാവിധ സജ്ജീകരണങ്ങൾ സഹിതം മുന്നൊരുക്കത്തോടുകൂടി തയ്യാറെടുത്തു വന്ന വമ്പിച്ച ആ ഒരു പട്ടാള വ്യൂഹം കേവലം നിരായുധരും മുൻകരുതലുമില്ലാത്തവരും എണ്ണം കൊണ്ടും അവരുടെ ഏതാണ്ട് മൂന്നിലിരട്ടി ഭാഗം മാത്രം അതിശക്തമായ ആ സംഘത്തിന് നേരെ 70 പേരാണ് ആ യുദ്ധത്തിൽ ശത്രുപാളയത്തിൽ നിന്നും കൊല്ലപ്പെട്ടത്. മുസ്ലിങ്ങൾക്കിടയിൽ 14 പേരും 70ഓളം പേർ കൊല്ലപ്പെടുകയും 70ഓളം പേരെ ബന്ധനസ്ഥലാക്കുകയും ചെയ്ത യുദ്ധമാണ്. അൻസാരികളിൽ നിന്ന് 6 പേരാണ് ബദർ യുദ്ധത്തിൽ ഷഹീദായത്. മുഹാജിറുകളിൽ നിന്ന് 6 പേരും അൻസാരികളിൽ നിന്ന് 8 പേരുമാണ് ഷഹീദായത്. ഈ ബദർ സഹോദരങ്ങളെ, വലിയ സംഘം, ആ വലിയ സംഘത്തിനെതിരെ ചെറിയ സംഘത്തിന്റെ വിജയം, മുസ്ലിങ്ങളായ നമുക്കതിൽ ചില പാഠങ്ങളുണ്ട്.
ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ധാരാളം പാഠങ്ങൾ മനസ്സിലാക്കുവാനുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. ഉറ്റാലോചിക്കുന്നവർക്ക് അതിലൊട്ടേറെ ഗുണപാഠങ്ങളുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബദറിൽ ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, മറുവിഭാഗമാകട്ടെ സത്യനിഷേധികളാണ്. അവർക്ക് ആ സത്യനിഷേധികൾക്ക് അവരുടെ കണ്ണുകളിൽ, അവരുടെ ദൃഷ്ടികളിൽ മുസ്ലിം സൈന്യത്തെ അവരെക്കാളും ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി കാണാം. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ, ഒന്ന് അല്ലാഹുവിന്റെ ഉദ്ദേശവും അല്ലാഹുവിന്റെ നടപടികളുമാണ് ലോകത്ത് നടക്കുക. എത്ര തന്നെ വലിയ ആയുധ സജ്ജീകരണങ്ങളുണ്ടെങ്കിലും, ലോക പോലീസ് മയഞ്ഞാലും, ലോകത്ത് ഞങ്ങളാണ് വലിയ അധികാരമുള്ളവർ, ഞങ്ങൾക്കാണ് വലിയ പവർ ഉള്ളവർ എന്ന് വീമ്പ് നടിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതിലെല്ലാം നിശ്ചിതമായ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനമേ നടക്കുകയുള്ളൂ, അല്ലാഹുവിന്റെ നടപടികൾ മാത്രമേ നടക്കുകയുള്ളൂ എന്ന ആ ഒരു ഉറച്ച വിശ്വാസം വിശ്വാസികളായ നമുക്കുണ്ടായിരിക്കണം. അതാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ആ കച്ചവട സംഘത്തെ അവരുടെ മടക്ക യാത്രയിൽ തടയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതറിഞ്ഞ അബൂ സുഫിയാൻ മക്ക ഖുറൈശികളോട് സഹായമർത്ഥിക്കുകയും അതിനെ തുടർന്ന് ഖുറൈശികൾ വളരെ വീറോടുകൂടി വമ്പിച്ച സൈന്യാംഗം കൂടി അവർ യാത്ര പുറപ്പെട്ടു വരികയാണ് ചെയ്തത്. ഖുറൈശികൾ അവരുടെ കച്ചവട സംഘത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു വന്നു എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സമയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ ഒരുമിച്ച് കൂട്ടുകയും അവരുമായി കൂടിയാലോചന നടത്തുകയും, ചില സഹാബികൾ യുദ്ധത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം യുദ്ധത്തിന് വേണ്ടിയല്ലല്ലോ നമ്മൾ ഒരുങ്ങി വന്നത്, നമ്മൾ വന്നത് കച്ചവട സംഘത്തെ തടുക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ആ സംഘം തിരിച്ചുപോയി, ഇനി യുദ്ധം വേണ്ട എന്നാണ്. പക്ഷേ നബിയെയും സഹാബികളെയും തകർക്കാൻ വേണ്ടി, മദീനയെ തന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വലിയ സൈന്യം വന്നപ്പോ പിന്നെ അതിനെ പ്രതിരോധിക്കുകയാണ് മാർഗം. അങ്ങനെ ഇത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. വിശ്വാസികളിൽ ഒരു വിഭാഗം ഇഷ്ടമില്ലാത്തവരായിരിക്കെ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ന്യായമായ കാര്യത്തിൽ നിന്ന് നിന്റെ രക്ഷിതാവ് നിന്നെ പുറത്തിറക്കിയതുപോലെ ന്യായമായ കാര്യത്തിൽ അത് വ്യക്തമാക്കിയതിനു ശേഷം അവർ നിന്നോട് തർക്കിക്കുകയായിരുന്നു. അവർ നോക്കി നിൽക്കെ തന്നെ മരണത്തിലേക്ക് അവർ നയിക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കിടയിൽ തന്നെ ഈ ഒരു സാഹചര്യം ഉണ്ടായതിൽ അവർക്ക് അതിർത്തിയായിരുന്നു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയും അവസാനം എല്ലാവരും ഒരു മനസ്സോടുകൂടി അവരുടെ ആദർശത്തിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ആ യുദ്ധം നടന്നത്. ഇവിടെയാണ് മനുഷ്യന്റെ കണക്കുകൂട്ടലിനോ, മനുഷ്യരുടെ ഇഷ്ടത്തിനോ, മനുഷ്യരുടെ ആസൂത്രണത്തിനോ അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം അല്ലാഹുവിന്റെ ഉദ്ദേശവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിയുമാണ്. അതനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മടികൂടാതെയും ചോദ്യം ചെയ്യാതെയും അനുസരിക്കുക എന്നതാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. യുദ്ധവേളയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധം നടക്കുന്ന വേളയിലാണ് ഒരു പിടി മണൽ എടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിയുന്നത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. അത് എറിഞ്ഞപ്പോ ശത്രുക്കളിൽ ഒരാൾക്ക് പോലും ബാക്കിയില്ലാതെ എല്ലാവരുടെയും കണ്ണുകളിൽ ആ മണൽ പതിച്ചു. അതിനെക്കുറിച്ച്
മുസ്ലിങ്ങൾ യുദ്ധക്കളത്തിൽ ശത്രുക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞുണ്ട്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. പ്രവാചകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എറിഞ്ഞത്, എന്നാൽ അല്ലാഹുവാണ് ആ ശത്രുക്കളുടെ മുഴുവൻ ആളുകളെയും കണ്ണുകളിൽ ആ മണൽ എത്തിച്ചത് എന്നാണ്. അങ്ങനെയുള്ള സഹായങ്ങൾ അല്ലാഹുവിൽ നിന്ന് അവർക്കുണ്ടാവുകയുണ്ടായി. അതുപോലെ കഠിനമായ പരീക്ഷണം സത്യസന്ധമായും ആത്മാർത്ഥതയോടെയും വിശ്വാസം നിലനിർത്തിക്കൊണ്ട് എക്കാലത്തും ശത്രുക്കളിൽ നിന്ന് പരീക്ഷണങ്ങൾ വിശ്വാസികൾക്കുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കഠിനമായ പരീക്ഷണം അതാർക്കാണ്? അവിടുന്ന് പറഞ്ഞു, പ്രവാചകന്മാർക്കാണ്. ശേഷം ആർക്കാണ് എന്ന് ചോദിച്ചപ്പോ ആ പ്രവാചകന്മാരോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ, അതുപോലെ മതത്തിന്റെ കണക്കനുസരിച്ച് മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. കൂടുതൽ വിശ്വാസത്തിന്റെ വിഷയത്തിൽ ദൃഢത ഉള്ള ആളുകൾ, ഈമാനുള്ള ആളുകൾ, അവർക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരീക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ചാണ് പ്രതിഫലം. ഇന്ന ഇൽമൽ ജസാഇൽ ഇൽമിൽ ബലാഇ വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും ഫമൻ റളിയല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നത് ആരെയാണ്? അത് വിശ്വാസികളെയാണ്. എന്തിനാണ് ആ പരീക്ഷണങ്ങൾ? ആ പരീക്ഷണങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും അവസാനം അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന നാളിൽ പാപരഹിതമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുമാണ്. ജീവിതത്തിൽ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഒക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ആ പരീക്ഷണങ്ങളുടെ തോതനുസരിച്ച് കഠിനമായ പരീക്ഷണങ്ങളാണോ അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ബദർ യുദ്ധം നടന്നത് ഇസ്ലാമിന്റെ അടിത്തറയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ ഒരു രാഷ്ട്രം പിടിച്ചെടുക്കുവാനോ രാജാവാകുവാനോ സമ്പത്ത് പിടിച്ചെടുക്കുവാനോ അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം 13 വർഷം പ്രബോധനം ചെയ്തപ്പോൾ ശത്രുക്കൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഈ ആശയത്തെ തകർക്കുവാനായി അവർ കഴിയുന്ന രൂപത്തിലെല്ലാം തടഞ്ഞു നോക്കി. എങ്ങനെ തടഞ്ഞിട്ടും പ്രവാചകനും സ്വഹാബികളും അവരുടെ ദൗത്യവുമായി, പ്രബോധന ദൗത്യവുമായി അവർ മുന്നേറി. ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ കടന്നു വന്നു. അവസാനം സുരക്ഷിതമായ താവളം തേടിയാണ് പ്രവാചകരും സ്വഹാബികളും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അവിടെയും ശുദ്ധമായ തൗഹീദിലേക്കുള്ള ഒഴുക്കായിരുന്നു. അങ്ങനെ അവിടേക്കാണ് അക്രമം അയച്ചുവിടുവാനുള്ള കോപ്പ് കൂട്ടി വന്ന മുശ്രിക്കുകളോട് നബിയും സഹാബികളും ഈമാനിന്റെ ശക്തി കൊണ്ട് പടപൊരുതി. മക്കയിലെ മുശ്രിക്കുകളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള തർക്കം അത് എന്തായിരുന്നു എന്നത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ സന്ദർഭത്തിലും എല്ലാ സമയത്തും അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് അർപ്പിക്കാവൂ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനിൽ മാത്രമേ വരമേൽപ്പിക്കാൻ പാടുള്ളൂ. അവന് പുറമെ മഹാത്മാരായ ആളുകൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മലക്കുകൾ, ജിന്നുകൾ, കല്ലുകൾ, മരങ്ങൾ, ബിംബങ്ങൾ, അങ്ങനെ സകലതും വിഗ്രഹങ്ങൾ, ഇവയൊന്നും തന്നെ ആരാധിക്കപ്പെടുവാൻ അർഹതയില്ല. അതിനോടൊന്നും ആരാധനകൾ പാടില്ല എന്ന ഈമാനിന്റെ ആദർശത്തെ മുശ്രിക്കുകൾക്ക് അംഗീകരിക്കാനായില്ല. ഇതാണ്
മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിലുള്ള ആശയപരമായ വേർതിരിവതാണ്. നമ്മൾ അവരോട് സഹായാർത്ഥന നടത്തിയാൽ അവർ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നമ്മെ സഹായിക്കുമെന്ന വിശ്വാസമായിരുന്നു മക്ക മുശ്രിക്കുകളോട്. അങ്ങനെ രണ്ട് ആദർശങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്, തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം. കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കന്മാർക്ക്, അവന്റെ ഔലിയാക്കന്മാർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന വിശ്വാസം തന്നെ അത് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ നമ്മളും മക്കയിലെ മുശ്രിക്കുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ബദർ യുദ്ധത്തിന്റെ മുന്നോടിയായി അബൂജഹൽ പ്രാർത്ഥിച്ചത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ആരോടാണ്? അബൂജഹലിന് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബൂജഹൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. പ്രവാചകനും അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. പിന്നെന്താണ് വ്യത്യാസം? അവർ അല്ലാഹുവിനോടും പ്രാർത്ഥിക്കും, അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. അതാണ് വ്യത്യാസം. വിജയത്തിന്റെ മാനദണ്ഡം, വിജയത്തിന്റെ നിദാനം അത് ഈ തൗഹീദാണ്. ബദറിലേക്ക് പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും ആൾബലമുണ്ടായിരുന്നില്ല, ആയുധബലമുണ്ടായിരുന്നില്ല. അവ രണ്ടുമില്ലാതെ തന്നെ ശത്രുക്കളെ അപേക്ഷിച്ച് അവരുടെ മൂന്നിലൊരു ഭാഗം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആദർശബലമാണ് വിജയത്തിന് തുണയായത്. 300ഓളം വരുന്ന മുസ്ലിം സൈന്യവും 1000-ലധികം വരുന്ന ശത്രു സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ ഒരു വലിയ ദൃഷ്ടാന്തമായിട്ടാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ആ ബദറിൽ ഏറ്റുമുട്ടിയ ആ രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം അതാണ്. അല്ലാഹുവിന്റെ സഹായം അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വിശ്വാസികൾക്ക്, ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്. അത് ബദറിൽ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ, അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചാണോ ജീവിക്കുന്നത് എങ്കിൽ അവർക്ക് ആ വിജയമുണ്ടാകുമെന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ, ആദർശത്തിൽ കളങ്കം വരുത്താതെ ജീവിക്കാൻ, പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചാൽ വ്യക്തിപരമായി, സാമൂഹികമായി ഏത് രംഗത്തും അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന ആ ഒരു അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ തൗഹീദിൽ അനിഷ്ഠിതമായി ജീവിക്കുന്ന, യഥാർത്ഥ സുന്നത്തിന് അനിഷ്ഠിതമായി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ മുസ്ലിം ഉമ്മത്ത് വലിയ പരീക്ഷണങ്ങൾ നേരിടുകയാണ്. ഒരു ഭാഗത്ത് ജൂത അമേരിക്ക സയനിസ്റ്റ് അച്ചുതണ്ടിന്റെ ധിക്കാരവും ക്രൂരതകളുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുട്ടികളടക്കമുള്ള നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നത് ലോകമനസാക്ഷികളെയാണ്, ലോകമനസാക്ഷികളെ ഞെട്ടിക്കുന്ന കാര്യമാണ്.
സാമ്രാജ്യത്വത്തിന്റെ ഈ അനാവശ്യമായ അന്യായമായ കടന്നുകയറ്റങ്ങളെ നാം ശക്തമായി പ്രതിഷേധിക്കുകയും ആ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഉയരുകയും വേണം ഈ ഒരു സന്ദർഭത്തിൽ. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ മറവിൽ മറ്റൊരു അപകടം കൂടി പതിയിരിക്കുന്നുണ്ട് എന്നതാണ് മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ഉമ്മത്തുകൾക്കിടയിൽ കടന്നുകൂടുന്ന ഷിയ ലോബിയുടെ ആദർശപരമായ കടന്നുകയറ്റം, അത് നമ്മൾ ഈ സയനിസത്തെ എതിർക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ആദർശ വൈകല്യങ്ങൾ ഇല്ലാതാകുന്നില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെയും പ്രവാചക അനുചരന്മാരെയും സഹാബികളെയും കാഫിറുകളായി കാണുന്നവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഷിയാക്കളെ ആദർശപരമായി ഒരു വിശ്വാസികൾക്ക് പിന്തുണക്കാൻ സാധ്യമല്ല. പ്രവാചകനെ കളവാക്കുന്നവർ, പ്രവാചകന്റെ പത്നിമാരെ, അതുപോലെ പ്രവാചകന്റെ സഹാബികളെ കാഫിറുകളായി കാണുന്ന ആളുകളാണ് ഷിയാക്കൾ. അവരെ ആദർശപരമായി നമുക്ക് അവരോട് യോജിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ ആദർശത്തിന്റെ അതിർവരമ്പുകൾ മായ്ച്ചു കളയാൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നാം ഒരിക്കലും അനുവദിച്ചു പോകാൻ പാടില്ല. സഹാബികളെ ശത്രുക്കളായി കാണുന്ന ഷിയാക്കളുടെ നേതാക്കന്മാരെ ഷഹീദ് എന്ന്, രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് ആദർശപരമായി തന്നെ അബദ്ധമാണ്, തെറ്റായ കാര്യമാണ്. ഇത്തരം അധിക്ഷേപിക്കുന്നവരെയും അതുപോലെ ആ ഷിയാക്കളെ ആദർശപരമായ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് നമുക്ക് പിന്തുണക്കാൻ സാധിക്കുക? നമ്മുടെ ആദർശത്തിന്റെ ആദർശം എന്നത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് വിശ്വസിക്കലാണ്. അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്, അല്ലാഹു റസൂലിനെ അനുസരിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹു വറദു അൻഹു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എന്നെ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ കാഫിറുകളാണ് എന്ന് പറയുകയും ചെയ്യുന്നവരാണ് ഷിയാക്കൾ. അവരെ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ ആദർശപരമായി പിന്തുണക്കാൻ സാധിക്കുക? പ്രിയമുള്ളവരെ, അതേപോലെ ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ഒരു വിശ്വാസിക്ക് ചേരാത്ത രീതിയിലുള്ള മോശം പദപ്രയോഗങ്ങളിൽ നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. കാരണം അന്തസ്സില്ലാത്ത ഭാഷയും അതിരുകടക്കുന്ന പെരുമാറ്റവും ഒരു മുസ്ലിമിന്റെ അടയാളമല്ല എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകാധ്യാപനങ്ങളും. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നമ്മൾ സൂക്ഷ്മത പുലർത്തണം. നാം അല്ലാഹുവിലേക്ക് മടങ്ങണം, ഈമാനിൽ ഉറച്ചു നിൽക്കുകയും ലോകമെമ്പാടുമുള്ള ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും നമ്മൾ നമ്മുടെ വാക്കുകൾ, സംസാരങ്ങൾ, നമ്മുടെ എഴുത്തുകൾ, നമ്മൾ ഷെയർ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം അമലുകളായി രേഖപ്പെടുത്തും. നമ്മുടെ കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകരുത്. അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10ലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ അവസാനത്തെ 10ലേക്ക് നമ്മൾ കടക്കാൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. പൂർവാധികം ശക്തിയോടുകൂടി ഇബാദത്തുകൾ ചെയ്യുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും ഇഅ്തികാഫിരിക്കുവാനും തറാവീഹുകൾക്കൊക്കെ നമ്മൾ ഒന്നാമത്തെ റമദാനിൽ കാണുന്ന ഒരു ആവേശം ഇന്ന് പലപ്പോഴും പല പള്ളികളിലും പല ആളുകളിലും കാണുന്നില്ല. റമദാനിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോഴേക്കും പ്രതിഫലങ്ങൾ, അതിന്റെ ഫദ്ല് കൂടുകയാണ് ചെയ്യുന്നത്. അത് കവർന്നെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തഖ്വയോടുകൂടി കൂടുതൽ ആവേശത്തോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ സഹായം
നമുക്കുണ്ടാകുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മുസ്ലിം രാജ്യങ്ങളെയും ഇസ്ലാമിനെയും അല്ലാഹുവിന്റെ സഹായം അവിടുന്ന് ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ശത്രുക്കളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ശത്രുക്കളുടെ പരാജയം ഞങ്ങളുടെ കൺമുന്നിൽ കാണുമാറ് നീ ഞങ്ങൾക്ക് വിജയമുണ്ടാക്കി തരണേ റഹ്മാനെ. ഇസ്ലാമിനെയും ഇസ്ലാമിക രാജ്യങ്ങളെയും നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കൂടുതൽ ആവേശത്തോടുകൂടി പരിശുദ്ധ റമദാനിൽ കൂടുതൽ അമലുകളിലേക്ക് മത്സരിക്കുന്ന കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാനെ. ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നീ സ്വീകരിക്കണ റഹ്മാനെ. ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ സ്വതക്കയുമെല്ലാം നീ സ്വീകരിക്കണ റഹ്മാനെ. അല്ലാഹുവേ, രോഗികളായി കിടക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് നീ രോഗങ്ങളെ ശിഫ നൽകണ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളെ നീ അവരനുഭവിക്കുന്ന വേദനകൾക്ക് പകരമായി ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കുകയും പകരം നീ സ്വർഗം നൽകുകയും ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ പാപങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾ. എല്ലാം അറിയുന്ന അല്ലാഹുവേ, നീ ഞങ്ങൾക്കെല്ലാം പുറത്തു മാപ്പാക്കി തരണ റഹ്മാനെ. നാളൊരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും കടന്നു പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്നവരുടെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാനെ. നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക التواب الرحيم آمين برحمتك يا أرحم الراحمين.